അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. നിങ്ങൾ എല്ലാവരും തന്നെ എൻ്റെ ശ്രോതാക്കള് എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഡെയിലി ബ്രെഡിൽ ഉടമ്പടിയുടെ ചില അസ്ഥിവാരങ്ങളെ അരക്കിട്ടുറപ്പിക്കൂ. സങ്കീർത്തനം 105:8 വായിച്ച് അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. ഉടമ്പടിക്ക് ഉള്ള ഒരു പ്രത്യേകത ഇതൊരിക്കലും മറന്നു പോണില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഉടമ്പടിക്കുള്ള പ്രശ്നം. നമുക്ക് 90 ദിവസം എന്ന് പറയുമ്പോൾ നമ്മളാണ് അത് 90 ദിവസം എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ഫോർമാറ്റിലേക്ക് സംഭവം വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ അത് ഒരിക്കലും മറന്നു പോണില്ല. അതാണ് പറയണത്. അവിടെ തൻ്റെ ഉടമ്പടി എന്താണ്? എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പോഴേ ഇപ്പൊ എപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു സെർട്ടനിറ്റി എന്താണെന്നറിയാമോ? ഉടമ്പടിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം ഒരു മനുഷ്യന് ഇഹത്തിലും പരത്തിലുമുള്ള ആവശ്യങ്ങൾക്കെല്ലാം കൂടി ദൈവം നമുക്ക് അത് പ്രാപിക്കാൻ വേണ്ടി നമുക്ക് നൽകണത് വാഗ്ദാനമാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കീംസ് എന്ന് പറയാം. അതിന് വേണമെങ്കിൽ നമ്മുടെ വാഗ്ദാനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്നൊക്കെ പറയാമെങ്കിലും ഉടമ്പടിയുടെ ഒരു ഇക്കോണമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് സ്കീംസ് എന്നാണ് പറയണത്. അവിടെ സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്തിലെ ഇടയ്ക്ക് ഞാനിവിടെ പറയാറുള്ളതാണ്. പഞ്ചായത്തിലെ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. പക്ഷേ പഞ്ചായത്തിലാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ഗ്രാമീണ ഘടകം. ആവശ്യങ്ങളെ പരിഹരിക്കുന്ന ഗ്രാമീണ ഘടകം പഞ്ചായത്തല്ലേ. അപ്പം ആ പഞ്ചായത്ത് തന്നെ ഒരു രാജ്യമായിട്ടാണ് പഞ്ചായത്ത് രാജ്യം എന്ന് പറയുന്നത്. രാജ്യമെന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ലെജിസ്ലേറ്ററായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ വരണത്. ഭരണഘടനാ സ്ഥാപനമാണത്. അപ്പം അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം വരേണ്ടതാണ്. ഭാവിയിൽ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ആവശ്യങ്ങൾ നമ്മുടെ ഒരു ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ ചില സമയത്ത് പറയും അതിന് സ്കീമില്ലെന്ന് പറയും. അതാണ് വിഷയം. ആ സ്കീമില്ല. ഇപ്പം നമ്മൾ മഴ വരുന്ന സാറേ പെര റിപ്പയർ ചെയ്യണമെന്ന് പറയും. പുതിയ പെര വെച്ചു കൊടുക്കാനുള്ള സ്കീമുണ്ട്, പക്ഷേ ഫണ്ട് വന്നിട്ടില്ലെന്ന് പറയും.
പക്ഷേ റിപ്പയർ ചെയ്യുക സ്കീം പോയില്ല, അതിന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റത്തില്ല, കാര്യം സ്കീമില്ലാത്തത് കൊണ്ടാണ്. ദൈവം എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ സ്കീമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ സിംഗിൾ സ്കീം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 8855 വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തിരിക്കണം. അതിൻ്റെ അകത്ത് ഇഹത്തിലും പരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ദൈവം എന്നാ ചെയ്തിരിക്കണം? ഇതിനെല്ലാത്തിനും കൂടി സിംഗിൾ ആപ്പെന്ന് പറയത്തില്ലേ, സിംഗിൾ റൂഫിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ മൾട്ടി പർപ്പസുകളെല്ലാം സിംഗിൾ റൂഫ് ചെയ്തിരിക്കുകയാണ്. ആ റൂഫിങ്ങിൻ്റെ പേരാണ് ക്രിസ്തു എന്ന്. അതാണ് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൊളോസിയൻസിന്റെ 3:11 ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധാത്മ പറയും നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, നോട്ട് ഓൺലി ഫോർ ജൂസ്. ഇത് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഉടനെ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ചിട്ട് പരത്തും. കാര്യം ദൈവം ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ വലിയ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ഒരു സിംഗിൾ റൂഫിൻ്റെ താഴെ കൊണ്ടുവരിക എന്നുള്ളത്, വിശ്വാസത്തിലേ. അല്ലാതെ അവരെ മതം മാറ്റുകയോ അവരുടെ ജീവിത രീതി അവർ ജീവിച്ചു പോകുന്ന രീതി അവരുടെ പാരമ്പര്യങ്ങൾ മാറ്റുകയോ എന്ന് അത് സെക്കൻഡറിയാണ്. അത് പതുക്കെ സംഭവിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ച് സംഭവിക്കേണ്ടതാണ്. അല്ലാതെ ഇത് മാറ്റിയാൽ മാത്രമേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പാടുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നത് മിഷണറി ആയിട്ട് പറഞ്ഞ ഹെൽത്തി അല്ല. മനസ്സിലായില്ലേ? കാരണം ആൾക്കാർ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നതൊക്കെ മാറ്റിയാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളെന്നാണ് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കുന്നത്. ക്രിസ്തു അത് അംഗീകരിക്കുമെന്ന് നമുക്കറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ചാണ് വെളിച്ചം കൂടുന്ന ഓരോ വിഷയത്തിനും സുവിശേഷത്തിനും നമ്മൾ വെളിച്ചം എന്ന് പറയുന്നത്. ഓരോ മേഖലയിലേക്കും സുവിശേഷ വെളിച്ചം പ്രവേശിക്കുന്ന അനുസരിച്ചാണ് ആ മേഖലയിലുള്ള ഇരുട്ട് മാറി കൊടുക്കുന്നത്. പിടികിട്ടിയ അതൊരു മിഷണറി സമീപനമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തികളെ, നമ്മളെ ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തിയെ മതം മാറ്റിയെടുക്കണം ആ ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശമില്ല. മറിച്ച് എന്താണ്? ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം. അതാച്ചുള്ളി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം. ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ, അതായത് 8855 വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ, ക്രിസ്തുവിൽ യേസാണെന്ന്. അപ്പോഴേക്ക് സിംഗിൾ റൂഫായി കൊണ്ടുവന്നിരിക്കണേണ്ട. അപ്പൊ ഈ 10,000 വാഗ്ദാനങ്ങൾ ഓരോന്നിനെയും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്രിസ്തുവിനെ ചോദിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടുമെന്ന് പറഞ്ഞതാണ്. 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അവിടുത്തെ നീതി എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണത്. ക്രിസ്തുവല്ലേ മുതലേ നമ്മൾ നീതീകരിക്കപ്പെട്ടത്. നീതിയും അന്വേഷിക്കുക, ക്രിസ്തുവിനെ അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് വെച്ചാൽ ക്രിസ്തു പറഞ്ഞു വെക്കണത് എന്താണെന്നറിയാവോ? ദൈവരാജ്യത്തിൻ്റെ ആളായ്മയാണ് ക്രിസ്തു. ആ ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ആളായ്മയാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ അന്വേഷിക്കാനാണ് ഈ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ട്, പ്രായോഗികമായ ശ്രമമായിട്ട് നമ്മൾ കരുതിയാൽ നമുക്കൊരു നഷ്ടവും ഒന്നിനുമില്ല എന്ന് മനസ്സിലാക്കണം.
ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നാം മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ പിമ്പിലുള്ളത് ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിന് വേണ്ടി കുതിക്കുകയാണ്. ഫിലിപ്പി 3:13. സഹോദരങ്ങളെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഞാൻ കുതിക്കുന്നു. മുന്നിലുള്ള എന്താ? ക്രിസ്തുവാണ്. അതിനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ വേസ്റ്റായിട്ട് കരുതണമെന്ന് പറയുന്നത്. വേസ്റ്റായിട്ട് കരുതുന്ന വിഷയമാണ് പിന്നിൽ തള്ളിയിട്ട് മുമ്പോട്ട് പോയി ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ അനുഭവങ്ങളിലും അതുവഴി ക്രിസ്തുവിനെ നേടാനുള്ള പഴുത് നോക്കിയാണ് എപ്പോഴും ബുദ്ധിപരമായ ജീവിത നിലപാട്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ഉള്ളിടത്താണ് മഹത്വം ഉണ്ടാകുന്നത്. വിനയം ഉള്ളിടത്താണ് കൃപയുണ്ടാകുന്നത്. കൃപയും മഹത്വവും പോലെ തന്നെയാണ് വിനയവും മഹത്വവും. കർത്താവ്, നിൻ്റെ ഉന്നതമായ ഞങ്ങളെ വിനയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഉടനീളം കാണുന്നുണ്ട്. പലപ്പോഴും അവിടെയെല്ലാം കൃപയാർജിക്കാൻ വേണ്ടി നിൻ്റെ വചനത്തിന് അനുപേക്ഷണമായി അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് മഹത്വം പ്രാപിക്കാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം ഏകജാതി നൽകിയ മഹത്വത്താൽ നമ്മൾ മഹത്വീകരിക്കപ്പെടാൻ ജീവിത സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളുടെ ഭൗതികമായ വഴികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് ഇടപെടുന്ന കട്ടുമുട്ടുന്ന കടകൾ, കമ്പോളങ്ങൾ, ക്രയവിക്രയങ്ങൾ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കയറിയിറങ്ങുന്ന ഓഫീസുകൾ, ആശുപത്രി പോകുന്നവരുടെ ആശുപത്രിയും അതിൻ്റെ ഡയഗ്നോസിസും, ഡോക്ടറിനെ കാണുമ്പോഴുണ്ടാകുന്ന അവരുടെ എല്ലാവിധ രോഗ വിവരണങ്ങളും രോഗനിശ്ചയവും അതിന് മരുന്നിൻ്റെ കുറിപ്പടികളും പ്രിസ്ക്രിപ്ഷനും എല്ലാം
പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും നിറയാൻ വേണ്ടി കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയെ നീ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവ് ഇന്നത്തെ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കട്ടെ. Lord, infuse the spirit of power and grace. ഓൺലൈനിൽ ധ്യാനം കൂടുന്നവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവനെ, നമുക്കറിയാം കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഉടമ്പടിയും കൃപയും തമ്മിൽ ആണ് ബന്ധം. നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണത്, എല്ലാ ജീവിത മുന്നേറ്റങ്ങളും നടത്തുന്നത് ജീവിത ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ നമ്മൾ അതിജീവിക്കുന്നത് പവർ എന്ന ഒറ്റ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ്. പവർ മീൻസ് ശക്തി. ഇതിൽ ശക്തി ജീവിത മുന്നേറ്റം നടത്താൻ വേണ്ടി രണ്ട് തരം ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പഠനം, പ്രാർത്ഥന, പരീക്ഷ, വിവാഹം, മക്കൾ, ജോലി, ഇങ്ങനെയുള്ള എല്ലാ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ മനുഷ്യനുപയോഗിക്കുന്ന സോഴ്സ്, സ്രോതസ്, പവർ എന്ന ഒറ്റ സ്രോതസ്സാണ് ശക്തി. ഈ ശക്തി തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് മാനുഷികമായ ശക്തിയുണ്ട്. മാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനം നമ്മുടെ പണം, ആരോഗ്യം, വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീന ശക്തി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മാനുഷികമായ ശക്തിയിൽ. ബുദ്ധിയൊക്കെ മാനുഷികമായ ശക്തിയുടെ ഭാഗമാണ്. ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ പഠിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, ബുദ്ധി ഓർമ്മശക്തിയും കൂടി ഉപയോഗിച്ചാൽ നമ്മൾ ഓർമ്മയ്ക്ക് ശക്തി എന്ന് കൂടി നമ്മൾ പറയും, അല്ലേ? ഓർമ്മശക്തി എന്നല്ലേ പറയും, പറയേണ്ട ആവശ്യമില്ല, ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇറ്റ് ഈസ് ബേസിക്കലി അനുഭവ തലത്തിൽ ഓർമ്മ ഒരു ശക്തിയാണ്, ബുദ്ധിയെപ്പോലെ തന്നെ ഒരു ശക്തിയാണ്. കാഴ്ച ശക്തി, കേൾവി ശക്തി എന്നൊക്കെ നമ്മൾ പറയണം, അല്ലേ? കാണുന്നതിന് കാഴ്ച ശക്തി എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഹ്യൂമൻലി സ്പീക്കിംഗ് അതെല്ലാം പവറാണ്, ഫാക്കൽറ്റീസാണ്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പവറാണ്. ഇനി വയസ്സും പ്രായമാകുമ്പോൾ കാഴ്ച ശക്തി നശിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ശക്തി നശിച്ചു, അതൊരു പ്രതിഭാസമാണ്. ശക്തി നശിച്ചു പോവുക. ഇപ്പം ഞാൻ തന്നെ കണ്ണട വെച്ചിരിക്കുകയാണ്. എനിക്ക് കണ്ണട വെച്ചില്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ചെറിയ അക്ഷരങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീന ശക്തി കുറവാണ്. കേൾവി ശക്തി എന്നാ പറയുന്നത്. പിന്നെ മസിൽ പവറുണ്ട്, അല്ലേ? മസിൽ പവർ, മസ്കുലർ ശക്തി, പേശിബലം, എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബുദ്ധി എല്ലാം ഒരു ശക്തിയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സാണ് ശക്തി. ഈ ശക്തിക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം, ഇത് ഒരു ടൈം കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ഷയിച്ചു വരും.
ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശക്തി എന്ത് ശക്തി ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹത്തിന് 2 കോടി രൂപ കടം. കഴിഞ്ഞ ധ്യാനത്തെ ഞാൻ ഓർപ്പിച്ചാണ്. അത്രയും ആസ്തി ബിസിനസ്സുള്ള ഒരാളാണ്. പക്ഷെ പ്രളയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഒരുക്കി കൊണ്ടുപോയി. കാര്യം എങ്ങനെ, പുരക്ക് മുകളിലല്ലേ വെള്ളം പോണത്, ഫാക്ടറിക്ക് മുകളിൽ കൂടി വെള്ളം പോയി. അപ്പം 30 അടി 30 മീറ്ററൊക്കെ ഉയരം വെള്ളം ഉയർന്ന പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേംസ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നഷ്ടപ്പെട്ടു, ശക്തി പോയി, പിന്നെ കടക്കാരനായി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ഒരു പവർ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ശക്തി പോകും. ഇങ്ങനെ ശക്തി, ആബ്സെൻസ് ഓഫ് പവർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതിന് വാട്ട് ഈസ് ദ ഡിവൈൻ പ്രൊവിഷൻ? ദൈവത്തിൻ്റെ അതിനുള്ള പാക്കേജ് എന്താണ്? അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ശക്തി പോയാൽ, നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞു. ജെയ്സൺ തോമസ് എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാക്ഷ്യമാണ്. ജെയ്സൺ തോമസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മസ്കറ്റിലൊരു ഇൻഷുറൻസ് ബ്രോക്കറേജ് നടത്തുന്ന ആളാണ്. ഈ ഉടമ്പടിയുടെ ഒരു കാര്യം ഭയങ്കര രസമാണ്. മനുഷ്യന്മാരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ഇതിങ്ങനെ ശരിക്കും താങ്ങി നിർത്തുന്നുണ്ട്. പണ്ടത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു രീതിയല്ല, രോഗശാന്തിയും മദ്യപാനം അവസാനിപ്പിക്കണമല്ല. ഉടമ്പടിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുന്ന സങ്കീർണമായ എല്ലാ മേഖലകളിലും അവൻ്റെ ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യന് ഈ ഇൻഷുറൻസ് ബ്രോക്കറേജ് മസ്കറ്റിലെ കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പായി. ഇയാളുടെ പോലും ശമ്പളം കുടുങ്ങിപ്പോയി. തലശ്ശേരിക്കാരനാണ്, ശമ്പളം കുടുങ്ങിപ്പോയി. 5 മാസത്തെ ശമ്പളമൊക്കെ കിട്ടാനുണ്ട്. നല്ല മിസ്മാനേജ്മെൻ്റ് വന്ന കമ്പനിയാണ്, നല്ല ഭംഗിയായിട്ട് പോകുകയായിരുന്നു. ഈ തോംസൺ ഓക്കെയാണ്, പക്ഷേ സ്റ്റാഫെല്ലാം പറയുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും സാറ് ഈ കമ്പനിയുടെ തലപ്പത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവം കൊളാപ്സ് ആകും കേട്ടോ എന്ന് പറയും. പക്ഷെ തലപ്പത്ത് വരുന്നതിന് ഇയാളെക്കാൾ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ആ കമ്പനിയിലുണ്ട്. അവരെ ഓവർടേക്ക് ചെയ്യാൻ ഇയാൾക്ക് പറ്റത്തില്ല. അത് എല്ലാ ഫേംസിനും ഉള്ളൊരു ബാധ്യതയാണ്. ആ ഫേംസിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. അവർ ചിലപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ചിലപ്പോൾ എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ മാസ്റ്ററിയോ ഒക്കെ ഉണ്ടാകത്തില്ല. അത് എല്ലാ കമ്പനികൾക്കും ഉണ്ട് ശിക്ഷണം. അത് തുടക്കത്തിൽ അത്ര അവർ ഉദ്ദേശിച്ച് കാണത്തില്ല. ചിലപ്പോൾ ഓരോ ചിട്ടി കമ്പനിയായിട്ട് തുടങ്ങിയ സംഭവമായിരിക്കും, അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. ഇൻഷുറൻസ് ബ്രോക്കറേജ് ഇൻ്റർനാഷണലായിട്ട് മാറിയപ്പോൾ അതിനാവശ്യമായ ഇൻ്റലിജൻ്റൊക്കെ വേറെ ഒരു മാസ്റ്ററിൽ നിന്നാണ് വരേണ്ടത്. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട്, പക്ഷെ അവരെ മാറ്റാനും പറ്റുന്നില്ല. അവരുടെ ശമ്പളം തന്നെ 1 കോടി രൂപയാണ് ഒരു വർഷം. അവിടുത്തെ സിഒയുടെ ശമ്പളം ഒരു വർഷം 1 കോടി രൂപയാണ്. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ടല്ലോ. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്നുണ്ട്. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്ന ഒരാളെ ഒരു കമ്പനി തീറ്റിപ്പോറ്റിയാൽ എത്ര കാലം കമ്പനിക്ക് സർവ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഈ റോക്കറ്റ് വിട്ട പോലെ തന്നെ തിരിച്ചു കുത്തണ പോലെ കടലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ കുത്തി ഇയാളുടെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ സിഒയുടെ താഴെയുള്ള ആളാണ്. അയാളുടെ ശമ്പളം 5 മാസത്തേക്ക് പെൻഡിങ് ആയി. സ്റ്റാഫിൻ്റെ ശമ്പളം പെൻഡിങ്. അപ്പോഴാണ് സുഹൃത്ത് ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇതാണ് ഞാൻ പറഞ്ഞു, ഉടമ്പടി അറ്റ കൈയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇയാളുടെ ഹ്യൂമൻ പവർ ലോസായി. ഈ കമ്പനിക്ക് ഇനി എത്ര ബുദ്ധിശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. അവർക്ക് ചിലപ്പോഴും നല്ല CA IAM പഠിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് എന്നും ശമ്പളം കിട്ടണില്ല. അവരെത്ര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും
എഡ്യൂക്കേഷൻ കലിബറുള്ളവരാണെങ്കിലും ഈ കമ്പനിയുടെ അകത്ത് അവർക്ക് സർവൈവിങ് ഇല്ല. അതാണ് ശക്തി പോണെന്ന് പറയണത്. ശക്തി പോണത് എത്ര കപ്പാസിറ്റി ആൾക്കാർ, നിങ്ങളും ചിന്തിക്കണം, എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് അല്ല പ്രശ്നം. നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മളൊരു ബ്ലാങ്കായി പോകും. അപ്പം അങ്ങനെ ഈ കമ്പനി സിങ്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് ഉടമ്പടി ചെയ്യും. ഉടമ്പടിയിലൂടെ ഒരു പ്രശ്നം, ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ അത് ഹ്യൂമൻ പവറിലല്ല, ഒരു ഹ്യൂമൻ പവറിലല്ല ഇത് വർക്ക് ചെയ്യണത്.